ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്കിന്നൊരു കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പാൻ അടപ്പേ വെച്ചതിന് ശേഷം ലേശം നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതെല്ലാം മൂത്ത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ മുന്തിരിങ്ങ പിന്നെ രണ്ടാമതാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഇട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് അത് നല്ല രീതിയിൽ മൂക്കുന്നത് വരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം സവാള, എങ്കിലേ എല്ലാം കൂടെ ഒരുപോലെ മൂത്ത് വരത്തുള്ളൂ. എന്നിട്ട് അതെല്ലാം വറുത്ത് കോരി നമ്മൾ മാറ്റി വയ്ക്കുക. മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ പാനിലേക്ക് തന്നെ നമ്മൾ കറി വെക്കാനുള്ള എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം ആ പാനിലേക്ക് നമ്മൾ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നു. അതെല്ലാം വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയായിട്ട് കൊടുക്കും. ചെറിയ ഉള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റ് വരും, കറിക്ക് നല്ല ടേസ്റ്റാണ്. കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി എല്ലാം വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സവാള വേണമെന്നവർക്ക് രണ്ടെണ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനൊരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്തു. അതെല്ലാം വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരി എത്ര വേണം അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇട്ടതിന് ശേഷം രണ്ട് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി എല്ലാം വാടി വരുമ്പോഴത്തേക്ക് നല്ല രീതി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല എന്ന് പറഞ്ഞാൽ 2 സ്പൂൺ മുളക് പൊടി ഇട്ട്, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല ഇട്ട്, എന്നിട്ട് 1 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതി മൂത്ത് വരണം. മുളക് പൊടി ആ പച്ചമണമെല്ലാം മാറും. ലേശം ഉപ്പും കൂടി ഇട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി 2 മേ ലീഫും 1 പീസ് കറുകപ്പട്ട, 3-4 ഗ്രാമ്പു, 4 ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച കൊഞ്ച് ഇട്ട് കൊടുക്കുക. ആ കൊഞ്ചെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും ഇളക്കിയതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സവാളയുടെ പകുതി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. പകുതി സവാള കറിക്ക് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ ആ സവാള വറുത്ത് കോരി വെച്ചത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ഇട്ടതിന് ശേഷം നമ്മൾ കറി ഇളക്കി എല്ലാം സെറ്റാക്കി മൂടി വെച്ച് അത് എത്രയും ചാറ് വേണോ അതനുസരിച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം. നല്ല കുറുകെ ഇരിക്കണം, എങ്കിൽ നമ്മൾ ചോറ് കോരിയിടുമ്പോൾ അത് നല്ല രീതിയിൽ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ചോറ് സെറ്റ് ചെയ്യാനായിട്ട് പാത്രം എടുത്ത് വെക്കാം. ചോറിടാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് അടിക്ക് പിടിക്കത്തുമില്ല, ചോറിന് നല്ല ടേസ്റ്റും വരും. അതിനുവേണ്ടി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മസാല കോരിയിടുക. പകുതി മസാല കോരിയിടുക. ഇതിന് ശേഷം അതിനകത്ത് ചോറ് കോരിയിടുക. പകുതി ചോറിട്ട് കൊടുക്കുക. പകുതി ചോറിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആ വറുത്ത് കോരി വെച്ച കാഷ്നട്ടും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാള വറുത്ത് കോരിയതും മല്ലിയില പുതിനയില ലേശം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. വീണ്ടും നമ്മളെല്ലാം മസാലയെല്ലാം കോരിയിട്ട് കൊഞ്ചിന് ബാക്കിയുള്ള കറി കോരിയിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിട്ട് കൊഞ്ചും ഇട്ട് വീണ്ടും അതിൻ്റെ പുറത്ത് ബാക്കി ചോറും കൂടി ഇട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പം 10 മിനിറ്റ് കൊണ്ട് സർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ്. ലേശം നെയ്യും കൂടെ പുറത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ആവി വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ട് പറയുക. അപ്പം ഇച്ചിരി അച്ചാറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ മാങ്ങാച്ചാറാണ് ഉപയോഗിക്കുന്നത്. മാങ്ങാച്ചാർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സലാഡ് ഉണ്ടാക്കി
അതുമായിട്ട് നമുക്ക് സർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്